ദൈവവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരുമിച്ച് ധ്യാനിച്ചു. വിശ്വാസം കൊണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ അത് വലിയ അത്ഭുതങ്ങളെ സൃഷ്ടിക്കും. വിശ്വാസം ഇല്ലാതെ പറയുന്ന വാക്കുകൾ ഒത്തിരി നെഗറ്റീവ് കാര്യങ്ങളെ നമ്മുടെ വീട്ടിൽ വിളിച്ചു വരുത്തും. എന്തെങ്കിലും ഒന്ന് നമ്മൾ വിളിച്ചു വരുത്താത്ത ഒരു ദിവസമില്ല. ചില ദിവസം നമ്മൾ നന്മകൾ വിളിച്ചു വരുത്തും. നമ്മുടെ വീട്ടിൽ നടക്കുന്ന വഴക്ക് വരെ നമ്മൾ വിളിച്ചു വരുത്തുന്നതല്ലേ. ഒന്നും മിണ്ടാതിരുന്ന വിഷയം തീരുമില്ലേ? ഇല്ലാത്ത വഴക്ക് വിളിച്ചു വരുത്തുകയാണ്. ഓരോ കുടുംബങ്ങളിലും വഴക്ക് വിളിച്ചു വരുത്തുകയാണ്. ആ വാക്ക് ഉപയോഗിക്കാതിരുന്നാൽ മതിയായിരുന്നു. വീടുകളിൽ എല്ലാ വഴക്കുകളുടെയും കാരണം വാക്കുകളാണ്. വാക്കുകൾക്ക് ശക്തിയുണ്ട്. ഒന്നുകിൽ അത് നെഗറ്റീവായിട്ടുള്ള സാഹചര്യങ്ങളെ ഉണ്ടാക്കും, അല്ലെങ്കിൽ ആത്മാവിൽ നിറഞ്ഞ വാക്കുകൾ പോസിറ്റീവായിട്ടുള്ള അനുഗ്രഹമായ കാര്യങ്ങളെ കൊണ്ടുവരും. സമാധാനം, സന്തോഷം, അഭിഷേകം, കൃപാവരങ്ങൾ, ഇതെല്ലാം വിശ്വാസത്തിൻ്റെ വാക്കുകൾ വിളിച്ചു വരുത്തുന്നതാണ്. എന്നാൽ അവിശ്വാസത്തിൻ്റെ വാക്കുകളും വിളിച്ചു വരുത്തുന്നത് നമ്മുടെ വീടുകളിലൊക്കെ കാണുന്ന പല പ്രശ്നങ്ങൾ. അതായത് ഈ വീട്ടിൽ ഒരു ഗുണമില്ല, ഈ വീട് ശരിയല്ല, ഈ കല്യാണം വേണ്ടായിരുന്നു, ഈ പിള്ളേർ ജനിച്ച അന്ന് മുതൽ അനുഭവിക്കുന്ന പ്രശ്നമാണ്. ഇതൊക്കെ ആ വീട്ടിൽ വഴക്കിനെ, അസ്വസ്ഥതകളെ, കയ്പിനെ എല്ലാം ഉളവാക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് നമ്മൾ വാ കൊണ്ട് വിളിച്ചു വരുത്തും. നന്മ മാത്രം വിളിച്ചു വരുത്താനുള്ളതല്ല നാവ്, തിന്മയും വിളിച്ചു വരുത്താം. എന്നാൽ ദൈവം നമുക്ക് തന്ന, വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന് ദൈവം തന്ന നാവാണ് ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്താനുള്ള നാവ്. ഇല്ലാത്ത അനുഗ്രഹങ്ങളെ ഉള്ളതുപോലെ വിളിച്ചു വരുത്താം. അപ്പോൾ തന്നെ പുറമേയുള്ള മനുഷ്യൻ ഇല്ലാത്ത വഴക്ക് ഉള്ളതുപോലെ വിളിച്ചു വരുത്തും. അപ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കും, നിന്റെ വാക്കുകളാൽ നീ നീതീകരിക്കപ്പെട്ടു, നിന്റെ വാക്കുകളാൽ നീ കുറ്റം വിധിക്കപ്പെട്ടുമിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. നമ്മുടെ വാക്കുകളെ പുറമെയുള്ള മനുഷ്യനിൽ ഉപയോഗിച്ചാൽ അത് നെഗറ്റീവ് വാക്കുകളാണ്. അത് വേദനകളെ, തിന്മകളെ, പരാജയങ്ങളെ, നാശങ്ങളെ വിളിച്ചു വരുത്തും. എന്നാൽ ആത്മാവിൽ നിറഞ്ഞ വീണ്ടും ജനിച്ചൊരു ദൈവ പൈതൽ ഉപയോഗിക്കുന്ന വാക്കുകൾ, രണ്ടും ഒരു മനുഷ്യനിലാണെന്ന് ഓർക്കണം. എന്നിൽ ഇത് രണ്ടുമുണ്ട്. തിന്മയുടെ വാക്കുകളും എനിക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം, നന്മയുടെ വാക്കുകളും ഉപയോഗിക്കാം. അതുകൊണ്ട് പിശാച് ചെയ്യുന്നത് നമ്മളെ അങ്ങോട്ട് പ്രലോഭിപ്പിക്കും, മറ്റുള്ളവരെ കൊണ്ട് നമ്മളെ ദേഷ്യം പിടിപ്പിക്കും, നമ്മുടെ ജഡത്തെ ഒന്ന് കുലുക്കും. ജഡത്തെ കുലുക്കിയാൽ തിന്മകളെല്ലാം കൂടി അങ്ങോട്ട് ഉളവാകാൻ തുടങ്ങും. ആത്മാവിനെ കുലുക്കുവാൻ പ്രലോഭന വാക്കുകൾക്ക് പറ്റില്ല. ആത്മാവിനെ കുലുക്കുവാൻ വചനത്തിന് പറ്റും. വചനം കേൾക്കുമ്പോൾ നമ്മുടെ നന്മകളെയെല്ലാം നാം പുറത്തു കൊണ്ടുവരും. ഇതിനാണ് നമ്മൾ ദൈവവചനം കേൾക്കുന്നത്. വചനം കേൾക്കുമ്പോൾ വചനം നമ്മിൽ ഫലങ്ങൾ കൊണ്ടുവരും. നല്ല ഫലങ്ങൾ, വിശ്വാസത്തിൻ്റെ വാക്കുകൾ, വിശുദ്ധിയുടെ വാക്കുകൾ, കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായ വാക്കുകൾ. ദൈവം അത് നമുക്ക് തരും. വിശ്വസിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നല്ല വാക്കുകളുടെ ഉടമസ്ഥരായി നിങ്ങൾ മാറട്ടെ. നമ്മൾ പാടുന്ന പാട്ടുകളെല്ലാം പോസിറ്റീവ് എനർജി ഉള്ളതാണ്. യേശുവിനെ പാടുന്ന ഓരോ വാക്കുകളും, ഓരോ വരികളും നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ബലം തരും. അതുകൊണ്ട് പാട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ, ആരാധനയിൽ നമ്മെ തന്നെ മാറ്റിമറിക്കും. അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യതാതനാം വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതി രാജനാം മശിക. വരികൾ നമ്മെ ചാർജ് ചെയ്യും. നല്ലവനാണ്, വിശ്വസ്തനാണ്, രാജാതി രാജാവാണ്. ആ ചില വരികൾ പാടിക്കഴിയുമ്പോൾ തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് നമ്മുടെ വാക്കുകൾ സജീവമാകും. ഇന്നത്തെ പാട്ടിൻ്റെ വരികൾ ചേർന്ന് പാടി നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. സ്തുതിഗീതം
അഭിഷേകത്താൽ എന്നും ജയത്തോടെ നടത്തിയിടുന്നു. തേജസ്സിന്റെ അഭിഷേകത്താൽ എന്നും ജയത്തോടെ നടത്തിയിടുന്നു. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. അവൻ എൻ്റെ രക്ഷകൻ, അവൻ എനിക്കുള്ള ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവൻ എൻ്റെ രക്ഷകൻ, അവൻ എനിക്കുള്ള ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവന്റെ ചാരെ ഓടിയണഞ്ഞവർക്കാശ്വാസമനുദിനവും. അവന്റെ ചാരെ ഓടിയണഞ്ഞവർക്കാശ്വാസമനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണം. അവനെന്റെ രക്ഷകൻ, അവനെന്റെ രക്ഷകൻ, അവൻ എനിക്കുള്ള ബലമുള്ള ഗോപുരം ആപത്തിൽ സങ്കേതം. അവനെന്റെ രക്ഷകൻ, അവൻ എനിക്കുള്ള ബലമുള്ള ഗോപുരമാപത്തിൽ സങ്കേതം. അവന്റെ ചാരെ ഓടിയണഞ്ഞവർക്കാശ്വാസമനുദിനവും. അവന്റെ ചാരെ ഓടിയണഞ്ഞവർക്കാശ്വാസമനുദിനവും. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. സ്തുതിഗീതം പാടി പുകഴ്ത്തിയിടുന്നേ മാനുവേലനെ. ദൂതർ സ്തുതിച്ചു വാഴ്ത്തും സുന്ദരനാം മണവാളനെ. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 30-ാമത്തെ വാക്യമാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത്. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളതാകുന്നു. സ്വയമായി ഒന്നും ചെയ്യരുത്, കേൾക്കണം, കർത്താവിൽ നിന്ന് കേൾക്കണം. യേശു നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. ഞാൻ പിതാവിൽ നിന്ന് കേൾക്കുന്നു. കേൾക്കുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് കേൾക്കുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യുന്നത് നീതിയുള്ളതാണ്. എന്നിൽ ഒരു അനീതി ഉണ്ടാകത്തില്ല. കാരണം നീതിമാനായ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് ഞാൻ കേൾക്കുന്നു. കർത്താവിൻ്റെ മക്കളെന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് ദൈവത്തിൽ നിന്ന്, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് കേൾക്കുക. അങ്ങനെ കേൾക്കുന്ന ഒരു വ്യക്തിക്ക് പരാജയപ്പെടാൻ കഴിയില്ലെന്ന് യേശു കർത്താവ് നമ്മെ തൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിപ്പിക്കുന്നു.
ഇതേ വാക്ക് തന്നെയാണ് പൗലോസ് മറ്റൊരു രീതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. 1 കൊരിന്ത്യർ 11:23, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിച്ചു തരികയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഭക്ഷിക്കണം. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം യേശു പാനപാത്രം എടുത്തു, ഇതെൻ്റെ രക്തത്തിൽ പുതിയ നിയമം, ഇത് കുടിക്കുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. എൻ്റെ ശരീരം നിങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ടു, എൻ്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ടു എന്ന ഒരു വലിയ വെളിപ്പാട് കർത്താവിൽ നിന്ന് പൗലോസ് അപ്പോസ്തലൻ പ്രാപിച്ചത്. അതായത് ഒരാൾ പഠിപ്പിച്ചതല്ല, അപ്പോസ്തലന്മാരുടെ ടീച്ചിങ്ങിലൂടെ ഒരു സെമിനാറിൽ പങ്കെടുത്ത്, പത്രോസിൻ്റെ ഒരു സെമിനാറിൽ പങ്കെടുത്ത് എഴുതിയെടുത്ത നോട്ട്ബുക്കിലെ കുറിപ്പുകളല്ല പൗലോസിൻ്റെ കയ്യിലുള്ളത്. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്നപ്പോൾ ഈ കാര്യങ്ങൾ കേട്ടതാണ്, പ്രാപിച്ചതാണ്. പ്രാപിക്കുക എന്നുള്ളത് ആത്മാവിൽ വരുന്ന അനുഭവങ്ങളാണ്. പ്രാപിക്കണം, കൃപകൾ പ്രാപിക്കണം, വരങ്ങൾ പ്രാപിക്കണം, അനുഗ്രഹങ്ങൾ പ്രാപിക്കണം. അതുകൊണ്ടാണ് 1 പത്രോസ് 3:9-10 വായിക്കുന്നത്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഇതെല്ലാം നമ്മൾ പ്രാപിച്ചെടുക്കണം. അനുഗ്രഹം നമ്മുടെ വിളി അതാണ്. നന്മകൾ പ്രാപിക്കണം, നന്മകളെ മുഴുവനും നമ്മൾ പ്രാപിക്കണം, തിന്മകളെ നമ്മൾ തള്ളിക്കളയണം. തിന്മകൾ നമ്മിലുണ്ട്, എന്നാൽ നന്മകളെ പ്രാപിച്ചിട്ട് തിന്മയെ നമ്മിൽ നിന്ന് നാം വേർപിരിക്കണം. അതാണ് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ, ഇരുട്ടും ശൂന്യതയും പാഴുമുള്ളിടത്ത് നന്മകളെ വിളിച്ചു വരുത്തിയ ശേഷം തിന്മകളെ പുറത്താക്കി. നന്മകൾ വരുമ്പോൾ തിന്മ പുറത്തായിക്കോളും. ശരിയായത് വരുമ്പോൾ ശരിയല്ലാത്തത് പുറത്തു പോകണം. ഇസഹാക്ക് വരും വരെ ഇസ്മായേലായിരുന്നു അബ്രഹാമിൻ്റെ വീട്ടിൽ മകനായി വാണത്. എന്നാൽ ഇസഹാക്ക് ജനിച്ചപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, ദാസിയെയും മകനെയും പുറത്താക്കി കളയുക. വാഗ്ദത്തം അകത്തോട്ട് വരുമ്പോൾ വാഗ്ദത്തമല്ലാത്തതിനെ പുറത്ത് കളയുക. ഈ മർമ്മങ്ങൾ ഒരു ദൈവ പൈതൽ അറിയണം. പ്രാപിക്കുക, കേൾക്കുക, കർത്താവിൽ നിന്ന് കേൾക്കുക, കർത്താവിൽ നിന്ന് പ്രാപിക്കുക. കേൾക്കുന്ന ഒരാൾ അത് പ്രാപിക്കുകയാണ്. കർത്താവിൽ നിന്ന് കേൾക്കുന്ന ഒരാൾ ആ കേൾക്കുന്നത് ഈ ചെവി കൊണ്ടല്ല, പുറമേയുള്ള ചെവിയിലൂടെ ഒരു ശബ്ദം കേൾക്കും. എന്നാൽ നമ്മൾ വേദപുസ്തകം വായിക്കുമ്പോൾ നമ്മൾ കേൾക്കുകയാണ്. എങ്ങനെ? വിശ്വാസം കേൾവിയാലെന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കുമ്പോൾ കേൾക്കുന്നത് മാത്രമല്ല കേൾവി. നമ്മൾ ബൈബിളിൽ ഒരു അധ്യായം വായിക്കുമ്പോൾ ആ അധ്യായത്തിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ്. കേൾക്കുക സമം പ്രാപിക്കുക. നമ്മൾ ആ അധ്യായത്തിലുള്ള അനുഗ്രഹങ്ങളെ പ്രാപിക്കുകയാണ്. ഒരിക്കൽ ഞാൻ UK ഒരു ചർച്ചിൽ പോകുന്നതിന് മുമ്പ് മോശ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ ത്വക്ക് പ്രകാശിച്ചു. ആർക്കും അവനെ നോക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഭാഗമാണ് അന്ന് ഞാൻ സംസാരിച്ചത്. അത് ലേഖനത്തിൽ എടുത്തു പറയുന്ന ആ ഭാഗം, പൗലൂസ് പറയുന്ന ഭാഗം. അതായത് പഴയ നിയമത്തേക്കാൾ ശക്തിയുള്ളതാണ് പുതിയ നിയമം. പഴയ നിയമത്തിൻ്റെ എഴുത്തുകാരനായ പഴയ നിയമം കൊണ്ടുവന്ന മോശയുടെ ത്വക്ക് പ്രകാശിച്ചു. മോശ ആർക്ക് നോക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പുതിയ നിയമത്തിൽ യേശു കർത്താവ് മുഖാന്തരം കടന്നു വന്ന ഈ വെളിപ്പാടിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു ദൈവ പൈതലിനെ നോക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ള ഒരു രീതിയിൽ
ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാം തെറിച്ച് താഴെ കിടക്കുകയാണ്. ഒരു വലിയ പ്രകാശം വന്നവരെ അടിച്ചു. അവിടെ ഒരു കുഞ്ഞ് ഇരുന്ന് കരയുന്നു. ഈ ഒരു തീഗോളം വന്ന ആ കുഞ്ഞിൻ്റെ മേൽ തൊടുന്നതും ആ കുഞ്ഞ് അവിടെ ഇരുന്ന് കരയുകയാണ്. അവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മേലും ഒരു ആത്മപകർച്ചയുണ്ടായി. ആരെയും തൊടേണ്ടി വന്നില്ല. അതായത് പ്രാപിച്ച ഒരു വചനം, പഠിച്ച ഒരു വചനം, രണ്ടും രണ്ടാണ്. പ്രാപിച്ചതുമായി നമ്മൾ ചെല്ലുമ്പോൾ അത് വെളിപ്പെട്ടു വരും. അവിടെ ഞാൻ അന്ന് വായിച്ച കാര്യങ്ങൾ അതുപോലെ അവിടെ വെളിപ്പെട്ടു വന്നു. അതിൻ്റെ അർത്ഥം ഞാനത് വായിക്കുകയല്ലായിരുന്നു, ഞാനത് പ്രാപിച്ചതാണ്. ഇന്നീ പറയുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. പഠിക്കുന്നതും പ്രാപിക്കുന്നതും രണ്ടാണ്. നമ്മളുടെ സ്കൂളുകളിൽ പഠിക്കുന്ന ഒന്നും നമുക്ക് പ്രാപിക്കാൻ കഴിയില്ല, അതെല്ലാം നമുക്ക് പഠിക്കാൻ കഴിയും. എന്നാൽ ദൈവവചനത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിൽ നിന്ന്, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് വായിക്കുമ്പോൾ നാം അതിൽ നിന്ന് ഈ അന്നന്ന് വേണ്ട ആഹാരം നമ്മൾ ഭക്ഷിക്കുകയാണ്. ആത്മാവിൻ്റെ ഭക്ഷണം ആണിത്, ദൈവവചനം. അതുകൊണ്ട് നമ്മൾ ആ ദൈവവചനത്തിൽ നിന്ന് പ്രാപിക്കുന്നു. കർത്താവിൽ നിന്ന് പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ, വചനം ദൈവമായിരുന്നു. ആ വചനമാണ് കർത്താവ്. ആ കർത്താവിൽ നിന്നാണ് നമ്മൾ പ്രാപിക്കുന്നത്. കർത്താവിൽ നിന്ന് പ്രാപിക്കുക സമം വചനമാകുന്ന യേശു ക്രിസ്തുവാകുന്ന കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നു. ബൈബിൾ വായിക്കുക. ചിലർ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് കണ്ണടച്ചിരുന്ന് ധ്യാനിക്കുക. അത് വീട്ടിലിരുന്ന് അങ്ങനെ ധ്യാനിച്ചാൽ നമ്മൾ ഉറങ്ങിപ്പോയി. ഏറ്റവും നല്ലത് ഹിമാലയത്തിൽ പോയി ഇരിക്കുന്നതാണ്, അങ്ങനെ ധ്യാനിക്കുന്നത്. എന്താണ്, അവിടെ ഇത്തിരി തണുപ്പാകുമ്പോൾ ഉറങ്ങാൻ പറ്റത്തില്ല. ഇത് വീട്ടിലാകുമ്പോൾ ഫാനിൻ്റെ കീഴേക്ക് ഇരിക്കുമ്പോൾ ഉറങ്ങിപ്പോകുന്നതാണ്. ചിലർ വിചാരം ഇങ്ങനെ ഇരുന്നാൽ എല്ലാം ധ്യാനിക്കാൻ പറ്റുമെന്ന്. ധ്യാനം എന്ന് പറയുന്നത് വേദപുസ്തകത്തിലെ കാര്യങ്ങളെ നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിന്താഗതികളിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമുക്ക് ഗ്രഹിക്കാൻ ഇന്നുവരെ കഴിയാത്ത കാര്യങ്ങൾ പെട്ടെന്ന് നമ്മുടെ ഉള്ളിൽ വെളിച്ചം വീശും. അസാധാരണമായ ഒരു ജ്ഞാനവും ശക്തിയും ഒപ്പം നമ്മുടെ അകത്തോട്ട് വരുമ്പോൾ അത് നമുക്ക് വിശ്വാസം കൊണ്ടുവരും. അത് മലയെ പോലും നീക്കാൻ കഴിയും. അന്ന് നേരിടാൻ പോകുന്ന വിഷയം അന്ന് വായിച്ച ആ ഭാഗത്തു നിന്ന് നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞു. അതേത് ഭാഗത്തു നിന്ന് വായിച്ചാലും, അയ്യോ ഞാൻ യോഹന്നാനിൽ നിന്നല്ല വായിച്ചത്, അല്ല എനിക്ക് അപ്പോസ്തല പ്രവൃത്തി നിന്ന് വായിക്കാൻ പറ്റിയില്ല. നീ എവിടെ നിന്ന് വായിച്ചാലും, നീ ന്യായാധിപന്മാരുടെ പുസ്തകം വായിച്ചാലും, നീ ഏലിയാവിൻ്റെ ചരിത്രം വായിച്ചാലും, അന്ന് വായിച്ച് ധ്യാനിച്ച ഭാഗത്തു നിന്ന് ഒരു ജയം നമുക്കുണ്ടാകും. എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണെന്ന്, എല്ലാ ഭാഗത്തും ജയം കിടപ്പുണ്ട്. അതുകൊണ്ട് ഇന്ന ഭാഗം ഞാൻ വായിച്ചു പോയി, അയ്യോ ഞാൻ വായിക്കേണ്ടിയിരുന്നത് ഇന്ന ഭാഗമായിരുന്നല്ലോ, ഒന്നും ഭാരപ്പെടണ്ട. നിങ്ങൾ വായിക്കുന്ന ധ്യാനിക്കുന്ന ഭാഗത്ത് നിന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കാൻ കഴിയും. അപ്പോൾ ഓരോ പുസ്തക ചുരുളിലും നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ പറയുന്ന പുസ്തക ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. എൻ്റെ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വരുന്നു, യേശുവിനെ കുറിച്ച് പറയുന്ന ഭാഗം. അപ്പോൾ പുസ്തക ചുരുളിൽ നമ്മെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. യേശു ആത്മാവിൻ്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നത് ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. അവിടെ 16, 17, 18 വായിക്കുമ്പോൾ യേശു യെശയ്യാവിൻ്റെ പുസ്തകം എടുത്തു, തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് കണ്ടു. യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് യേശു കണ്ടു. എന്നിട്ട് പറഞ്ഞു, ഈ അഭിഷേകം എൻ്റെ മേലുണ്ട്, എന്നെ അയച്ചിരിക്കുന്നു, ഇതെൻ്റെ മേലുണ്ട്. ഈ എഴുതിയിരിക്കുന്ന തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടു. ബൈബിളിലെ എല്ലാ താളുകളിലും നമ്മെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. രൂത്തിന്റെ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. രൂത്ത് എടുത്ത തീരുമാനം,
അവളെ ബോവസിന്റെ വയലിലെത്തിച്ചു. ദൈവത്തിന് അനുകൂലമായി നമ്മൾ എടുക്കുന്ന തീരുമാനം നമ്മെ സമൃദ്ധിയുടെ വയലിലെത്തിക്കും. അതാണ് എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. എസ്തേറിന്റെ പുസ്തകത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. എന്താണ്? എളിയവനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നവൻ, സമ്പന്നരെ വെറും കൈയോടെ അയക്കുന്നവൻ. എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അതാണ്. അപ്പം ഞാൻ എൻ്റെ എളിയ അവസ്ഥയിൽ ഇരിക്കുമ്പോഴും എന്നെ ഏറ്റവും ഉയരങ്ങളിൽ എത്തിക്കാൻ കഴിയുന്നവൻ. ജീവിതത്തിൽ വരുന്ന വലിയ പ്രതിസന്ധികളിൽ പ്രാർത്ഥന കൊണ്ട് മറുപടി ഉണ്ടാകും. അതാണ് എസ്തേറിന്റെ പുസ്തകത്തിൽ എനിക്ക് വേണ്ടി എഴുതി വച്ചിരിക്കുന്നത്. അങ്ങനെ എനിക്ക് വേണ്ടി എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടുപിടിക്കണം, എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. പണ്ടാരോ പറഞ്ഞു, കൊരിന്ത്യ ലേഖനം വായിച്ചത് കൊണ്ട് കോഴഞ്ചേരിക്കാർക്ക് എന്നാ കാര്യം? അല്ലെ, അത് കൊരിന്ത്യർക്ക് മാത്രമാണെങ്കിൽ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർക്കത്തില്ലല്ലോ. ഒരിക്കൽ എഴുതിയത്, കൊരിന്ത്യർക്ക് എഴുതിയത്, എഫേസ്യർക്ക് എഴുതിയത്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ദൈവസഭയായിരുന്നു. ദൈവസഭയ്ക്ക് വേണ്ടി എഴുതിയത് എല്ലാ കാലത്തും മികച്ചത് തന്നെയാണ്. എല്ലാ പുസ്തകങ്ങളെക്കാൾ മികച്ച പുസ്തകം വേദപുസ്തകമാണ്. അപ്പോൾ ഞാൻ കേൾക്കുന്നത് പോലെ വിധിക്കുന്നു. ഞാൻ കേൾക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. കേൾക്കണം, ബൈബിളിൽ നിന്ന് കേൾക്കണം. ഓരോ ദിവസവും രാവിലെ എഴുന്നേറ്റിട്ട് കേൾക്കണം. എങ്ങനെയെല്ലാം കേൾക്കാം? ചിലർ പറയും, എനിക്ക് ബൈബിള് വായനയും പ്രാർത്ഥനയും ഉള്ളത് കൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല, വ്യായാമം ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ഷീണിച്ചു വരുന്നത്. വ്യായാമം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യായാമം ചെയ്യണം. കൊളസ്ട്രോള്, മറ്റ് ചില ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഡോക്ടർമാർ പറഞ്ഞതുപോലെ, ഡോക്ടർമാർ പറഞ്ഞവർ മാത്രമല്ല എല്ലാവരും തന്നെ ജീവിതത്തിൽ വ്യായാമം ചെയ്യണം. അതിനെന്ത് ചെയ്യണം? ബൈബിള് കേൾക്കാനുള്ള സൗകര്യമുണ്ട്, ഓഡിയോ ബൈബിളുണ്ട്. അത് കേട്ടുകൊണ്ട് വ്യായാമം ചെയ്യണം. 1 മണിക്കൂർ വ്യായാമം ചെയ്യുമ്പോൾ നമുക്കൊരു 20-25 അധ്യായങ്ങൾ കേൾക്കാൻ കഴിയുമില്ലേ? അതിനകത്ത് എത്ര ഭാഗങ്ങൾ ദൈവം നമ്മളോട് സംസാരിക്കും. അത് അന്ന് മുഴുവനും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. ഇന്ന് ഞാൻ കേട്ടത് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയൊക്കെ ഞാൻ പ്രാപിക്കുകയാണ്. തമിഴ്നാട്ടിൽ ഒരു വലിയ ദൈവദാസനുള്ള കാര്യം എസക്കിയ ഫ്രാൻസിസ് എന്ന ഒരു ദൈവദാസൻ പറഞ്ഞു. ക്രൂസൈഡിലൊക്കെ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ദൈവദാസൻ. അദ്ദേഹം ചെയ്യുന്നത് 2-3 പേരെ കൂട്ടുകൂടും. എന്നിട്ട് അവരെയും വിളിച്ചുകൊണ്ടൊരു ഹോട്ടൽ മുറി എടുക്കും. എന്നിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് 5 മണി വരെ ബൈബിള് വായിക്കും. ഒരുമിച്ചിരുന്ന് ബൈബിള് വായിക്കും. വാ തുറന്ന് വായിക്കും. 5 മണിയാവുമ്പോൾ നേരെ സ്റ്റേജിലേക്ക് കയറും. ഭൂതങ്ങൾ വിട്ടുപോകുന്നു, രോഗികൾ സൗഖ്യമാകുന്നു. എന്താ കാരണം? വചനം വായിച്ചു. 3-4 പേര് വട്ടത്തിലിരുന്ന് ബൈബിള് വായിച്ചു. വചനത്തിന് അത്രയും ശക്തിയുണ്ട്. ആ കാര്യം എസക്കിയ ഫ്രാൻസിസ് എന്ന ദൈവദാസൻ പറഞ്ഞ ശേഷം ഞാനത് ചെയ്യാൻ തുടങ്ങി. എവിടെയെങ്കിലും ഒരു മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പ് കുറേ ബൈബിള് കേൾക്കും, കുറേ ബൈബിൾ വായിക്കും. എന്നിട്ട് നേരെ പോവുക. വണ്ടി ഓടിച്ച് എവിടെയെങ്കിലും പോകുമ്പോൾ ഒറ്റയ്ക്കേ കഴിയുന്നതും പോവുള്ളൂ. ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരം വരെ പോകുമ്പോൾ മത്തായി മർക്കോസും നമുക്ക് വായിച്ച് തീരും. തിരിച്ചും കൊണ്ട് വരുമ്പോൾ ലൂക്കോസ്, യോഹന്നാൻ. പുതിയ നിയമം 4 സുവിശേഷം തീരും. റോട്ടിൽ കുഴിയുണ്ട്, ബ്ലോക്കുണ്ട്. അവിടെയെല്ലാം ദേഷ്യമൊന്നും വരില്ല, കാരണം ബൈബിൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി 1 മണിക്കൂർ വൈകിയാൽ അത്രയും കൂടി ബൈബിൾ കേൾക്കാൻ പറ്റും. അപ്പോഴെല്ലാം നമ്മൾ കർത്താവിൽ നിന്ന് പ്രാപിക്കുക, ജീവിതം എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ട്രാഫിക്ക് നമുക്കൊരു തലവേദനയല്ല, എല്ലാം നമുക്ക് അനുഗ്രഹമാകും. നമ്മുടെ പാഴായി പോകുന്ന എല്ലാ സമയവും കർത്താവിൽ നിന്ന് കേൾക്കുന്ന സമയമാക്കി മാറ്റുക. പാഴാകുന്ന സമയം വിലയേറിയ സമയമാക്കി മാറ്റുക. കർത്താവ് അതിനുള്ള കൃപ തരട്ടെ. പ്രാർത്ഥിക്കാം. യേശുവിൻ നാമത്തിൽ ഇന്ന് ഈ വചനങ്ങൾ കേട്ട ഓരോ വ്യക്തികളും ഈ പ്രായോഗികമായ കാര്യങ്ങൾ ചെയ്യുവാൻ പ്രാപ്തിയുള്ളവരായി മാറട്ടെ. കർത്താവിൽ നിന്ന് അവർ പ്രാപിക്കുന്നവരാകട്ടെ. ഓരോ ദിവസവും അന്നന്ന് വേണ്ടുന്ന ആഹാരം അവർ പ്രാപിക്കട്ടെ.
അന്ന് വേണ്ട ജയത്തിനുള്ള വചനം അവർക്ക് ലഭിക്കട്ടെ. ഓരോ ദിവസത്തേക്കും വേണ്ട വചനം, പ്രശ്നങ്ങളെ നേരിടാനുള്ള വചനം, മലകളെ നീക്കാനുള്ള വചനം കർത്താവിൽ നിന്ന് അവർ പ്രാപിക്കട്ടെ. ഓരോ ദിവസത്തെയും രോഗത്തെ ശാസിക്കാനും തോൽപ്പിക്കാനുമുള്ള വചനം, പാപത്തോട് പ്രാണത്യാഗത്തോടെ എതിർത്ത് നിൽക്കാനുള്ള വചനം, ക്ഷമിക്കാനുള്ള വചനം, സ്നേഹിക്കാനുള്ള വചനം എല്ലാം ഈ മക്കൾ പ്രാപിക്കട്ടെ. ഈ ലോകത്തെ ജയിക്കാനുള്ള മുഴുവൻ വചനവും ഓരോ ദിവസത്തിലും ഈ മക്കളുടെ മേൽ വരട്ടെ. അനുഗ്രഹിക്കുന്നു. വചനം അവരെ സൗഖ്യമാക്കട്ടെ. വചനം അവരെ വിടുവിക്കട്ടെ. ഈ കേട്ട വചനപ്രകാരം ഞാൻ ഇവരെ സൗഖ്യമാക്കുന്നു. ഇവരുടെ മേൽ വിടുതൽ കൽപ്പിക്കുന്നു. ഇവരുടെ മേലുള്ള ബന്ധനങ്ങളെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിക്കുന്നു. അവർ സ്വതന്ത്രമാകട്ടെ. ശരീരം സ്വതന്ത്രമാകട്ടെ. മനസ്സ് സ്വതന്ത്രമാകട്ടെ. ഡിപ്രഷനുകൾ മാറട്ടെ. ഉറക്കമില്ലായ്മകൾ മാറട്ടെ. മരുന്നുകൾ വീടുകൾ വിട്ട് മാറട്ടെ. ആരോഗ്യമുള്ളൊരു ശരീരവും മനസ്സും ഉണ്ടാകട്ടെ. ആത്മാവിൽ പുതിയ കൃപകൾ ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ മേൽ ഈ വിടുതലുകൾ വന്നു കഴിഞ്ഞു. വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ യേശുവിൻ നാമത്തിൽ സ്വീകരിക്കുക, പ്രാപിക്കുക. യേശുവിൻ നാമത്തിൽ ആമേൻ.